ഹായ്, വെൽക്കം ടു മൂൺബീം പെറ്റൽസ്. അപ്പം നമ്മുടെ പുതിയൊരു ചാനലാണിത്. സോ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇതൊരു പുതിയ ഡയറിയാണ് കണ്ടോ, നല്ല രസമല്ലേ കാണാനായിട്ട്. അപ്പോൾ ഇതിൽ ഞാനൊരു സെൻറ്റാങ്കിൾ ആർട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇതുപോലെ ഇങ്ങനെ കുറച്ച് വേവി ആയിട്ടുള്ള കുറച്ച് ലൈൻസ് ഇട്ടിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ കവർ ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ഒരു കർവ് ഷേപ്പിൽ വളരെ അടുത്തടുത്തായിട്ട്. ഇതിൽ അത്ര പെർഫെക്ഷൻ ഉണ്ടാവില്ല, കാരണം ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ അടിപൊളിയാണ്. അതുപോലെ ഓവർ തിങ്കിങ്, എൻ്റെ മെയിൻ പ്രശ്നം ഓവർ തിങ്കിങ് ആണ്. സോ അത് ഞാൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇത് ഞാൻ തുടങ്ങിയത്. ഇതിന് ആക്ച്വലി പറ്റിയ കുറച്ച് ഡൂഡിൽ പെന്നൊക്കെ ഉണ്ട്, നമുക്കത് വാങ്ങാം. അപ്പോൾ ഇതിങ്ങനെ നമ്മളിങ്ങനെ കവർ ചെയ്ത് വിടണം. 2 ലൈൻസ് ചേരുന്ന ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടോ. ഇതുപോലെ ഞാൻ സെക്കൻഡ് പാർട്ട് ചെയ്തു. പക്ഷെ അതുപോലെ ഒരു ഡാർക്കൊന്നും ഇടയ്ക്കിടയ്ക്ക് വരാൻ പാടില്ല. വളരെ സിമ്പിളായിട്ട് റിലാക്സ്ഡായിട്ട് ഇതിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഓവർ തിങ്കിങ് സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ മാറും. ഈവൻ സ്കൂളിലെ കിഡ്സ് ആണെങ്കിലും അതുപോലെ തന്നെ വലിയ ആൾക്കാരാണെങ്കിലും അഡൾട്ട്സ് ആണെങ്കിലും ഒക്കെ ഇത് ഭയങ്കര പ്രയോജനപ്പെടും. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ഇത് അടിപൊളി സംഭവമാണ്. ഇത് ചെയ്യാത്ത ആരും ഇല്ല. നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ, സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മളിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ വരയ്ക്കാറില്ലേ, ആ സെയിം സംഭവം തന്നെയാണ് ഇതൊരു പാറ്റേൺ രൂപത്തിൽ ചെയ്യുന്നതെന്ന് മാത്രം. ഇതുപോലെ കവർ ചെയ്യുക. ഇതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു വൈറ്റ് സ്പേസ് വരുന്നത് അത്ര പെർഫെക്ഷൻ അല്ല കേട്ടോ. ഇതിൽ എത്ര പെർഫെക്ഷൻ ഇല്ലാത്ത ഒരു ആയിട്ട് നമുക്ക് തോന്നും. പക്ഷെ നമുക്ക് ഇനിയുള്ള സമയങ്ങളിൽ നമുക്കത് ശരിയാക്കി കൊണ്ടുവരാം. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ്. നിങ്ങളിത് ചെയ്തിട്ടില്ലെങ്കിൽ മാക്സിമം നിങ്ങൾ ചെയ്യുക. കണ്ടോ, അവിടെയൊക്കെ കുറച്ചൊരു വൈറ്റ് സ്പേസ് കാണുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫില്ല് ചെയ്യണം. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടി ഫില്ല് ചെയ്യാം. ബാക്കിയെല്ലാം നമ്മൾ ഫില്ല് ചെയ്തു. നടുക്ക് ആക്ച്വലി ഇതെല്ലാം കൂടി ജോയിൻ ചെയ്യുന്ന ഒരു ജംഗ്ഷൻ ഉണ്ടല്ലോ, അവിടെ എന്തെങ്കിലും ഇതുപോലെ ഡാർക്കൻ ചെയ്ത് കൊടുക്കുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. നേരിട്ട് കാണാൻ കുറച്ചും കൂടി ഒരു ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു വൈറ്റ് സ്പേസ് കാണുന്നുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യണം. പക്ഷേ ഡാർക്കൻ ചെയ്യണ്ട, ജസ്റ്റ് ഫില്ല് ചെയ്ത് വിട്ടാൽ മതി. അങ്ങനെയാണ്. അപ്പോൾ എനിക്കിത് കുറച്ച് ഇഷ്ടപ്പെട്ടു.